രാജു, ആ ഋതുമോളെന്ന വിളി റൊമാൻറ്റിക്കാ. അതേ സിറ്റുവേഷന് വേണ്ട. എന്റെ ദൈവമേ, ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ലല്ലോ. ആ അതുകൂടെ അച്ഛനെ കണ്ടിട്ട് എന്തായി? അക്കാര്യം പറയും. അച്ഛൻ എന്നോടുള്ള പിണക്കമൊക്കെ മാറി. എന്ത് സ്നേഹാന്നറിയോ? സന്തോഷായല്ലോ. സന്തോഷായി. ഈ അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് മിസ്റ്റർ രാജു വേണുഗോപാലിന് അറിയോ? എന്തുകൊണ്ടാ? ഞാനും അമ്മമ്മയും കൂടി അമ്മയെ കാണാൻ പോയപ്പോ രാജു എന്നെ ഓഫീസിലേക്ക് വിളിച്ചതുകൊണ്ട് മാത്രം. അച്ഛന് എന്നോട് എന്തെങ്കിലും ഒരു പിണക്കം ഉണ്ടായിരുന്നെങ്കിൽ അത് മാറ്റി തന്നത് എന്റെ ഈ രാജു. താങ്ക് യു രാജു. അത്ഭുതങ്ങള് സംഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ മാഡം. മാഡമോ? ഈ നശിച്ച വിളി പിന്നെയും വന്നു. അതല്ല, ഈ ബ്രഹ്മചര്യ അവസ്ഥയില് ഇപ്പോഴുള്ള മാഡം വിളി ആപ്റ്റ് ആണല്ലോ. അത് വേണ്ട, എന്നെ ഋതികന്ന് വിളിച്ചാ മതി. രാജു, ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസം. എന്റെ രാജു കാരണം ഞാനും അച്ഛനും കൂടുതൽ അടുത്തു. എന്റെ ഹസ്ബൻഡ് എന്റെ ഹീറോയാ. സ്വാമിനിയുടെ കാലുകളിൽ ശല്യനാരായണ ഗുളികന്റെ ശല്യമുണ്ടല്ലോ. കാലിൽ കുരുതകമാണല്ലോ. അല്ല, ഭക്തവത്സലൻ പാതിരാത്രിക്ക് കയറി വന്നത് പരിഹസിക്കാനാണോ? അല്ല മാതാജി, അവിടത്തെ പുണ്യ ദർശനത്തിന് വേണ്ടി വന്നതാണല്ലോ. കയറി വന്ന കാര്യം പറഞ്ഞിട്ട് ഇറങ്ങി പോടാ പെട്ടെന്ന്. ക്ഷോഭിക്കാതെ സ്വാമിനി, ക്ഷോഭം സന്യാസികൾക്ക് ഭൂഷണമല്ല. എടാ, പണ്ട് നീ കളിച്ചതും ഞാനും നാട്ടുകാരും കൂവിയതുമായ ബാലയില് ഡയലോഗൊന്നും ഇങ്ങോട്ട് വേണ്ട. കലഹപ്രിയ ആകരുത് കശ്മലേ. അവിടുന്നൊരു വ്രതം നടപ്പിലാക്കിയെന്ന് കേട്ടു. പത്നി പറഞ്ഞിരുന്നു. ഇത് പന്നിയൊന്നും അല്ലല്ലോ, നിന്റെ ഭാര്യയല്ലേ? പത്നി, ഭാര്യ. പിന്നെ ആ പിള്ളേരുടെ സന്താന ലബ്ധിക്ക് വേണ്ടി ഞാനൊരു തീർത്ഥാടനത്തിന് പോവുക. എല്ലാ ഹനുമാൻ ക്ഷേത്രത്തിലേക്കും. സന്തോഷം. അനുഗ്രഹിച്ചാൽ വാരിക്കോരി തരുന്ന സ്വാമികളാ ഹനുമാൻ സ്വാമി. ഭഗവാന് വൃത്തിശുദ്ധിയും നിർബന്ധം. അതുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാർ അകലം പാലിക്കണം, വ്രതം അനുഷ്ഠിക്കണം, മത്സ്യമാംസാദികൾ വർജിക്കണം. വളരെ നല്ല കാര്യം. എന്റെ അമ്മയായ അവിടുന്ന് വേണ്ടി എനിക്ക് കുറച്ചു നാളത്തേക്ക് മാർക്കറ്റിലേക്ക് പോകേണ്ടി വരില്ലല്ലോ. വ്രതം കഴിയുന്നത് വരെ ഞാൻ പച്ചക്കറിയും പാലുവേ കഴിക്കൂ. എന്താടാ? എന്ത് നിനക്ക് പേ പിടിച്ചാ? ചില നായ്ക്കള് കാണിക്കുന്ന പോലെ എന്ത് മനസ്സിലായില്ലേ കുട്ടി? മനസ്സിലായി കുട്ടാ. എന്താണ് ആര്യപുത്രി? ചിക്കൻ ഫ്രൈയുടെ മണം ദേവപുത്ര. ചിക്കൻ ഫ്രൈ, മന്തി പൊരിച്ചത്, ഈ വക വൃത്തികെട്ട പേരുകളൊന്നും ഇതിനകത്ത് ഉച്ചരിച്ചു പോകരുത്. അറിയാടാ. അമ്മ കഴിക്കില്ലെന്നറിയാം, പക്ഷേ ഇതിനകത്ത് ചിക്കൻ ഫ്രൈ ഉണ്ട്. ഒരു സന്യാസി അപമാനിക്കുന്നോ? അറിയപ്പോടാ. ഇതെന്താണ് പ്രിയേ? ഇത് ചിക്കനും പൊറോട്ടയും. ഇതെങ്ങനെ ഇതിനകത്ത് വന്നത്? എന്നെ നാണം കെടുത്താൻ വേണ്ടി അതോ അലവലാദികൾ കൊണ്ടുവച്ചതാണ്? കാക്ക കൊണ്ടിട്ടതായിരിക്കും. പിന്നെ പാതിരാത്രി കാക്ക പറക്കാൻ ഇത് കാക്ക തീർത്തല്ലേ? ഭഗവാൻ ആഞ്ജനേയന്റെ പേരും പറഞ്ഞ് കള്ളത്തരം കാണിക്കുന്ന തള്ളേ, ദൈവം ശപിച്ച് നിങ്ങളെ ഭസ്മമാക്കും. ഭൂലോക കള്ളിയായ തള്ള, ഭയങ്കരി. രാജു, നല്ലൊരു ലവ് സ്റ്റോറി പറയോ?
കൂടുതൽ ലവ് സ്റ്റോറി ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. ആ, ആ ചെമ്മീൻ പറയട്ടെ. അയ്യേ, ആ മീനും ഇറച്ചിയൊന്നും വേണ്ട. മീൻ ഉറച്ചൊന്നും വേണ്ടേ? ഇത് വേൾഡ് ക്ലാസിക് നോവലാ. ആ പോട്ടെ, ഞാനേ ഒരു പൈങ്കിളി കഥ പറയാം. ആ, അത് മതി. ഉം, അതിലൊക്കെയാ നല്ല നാടൻ പ്രേമം. ഉം. ആ മണിമല രാജപ്പൻ എഴുതിയ ഒരു നീണ്ട കഥയാ ഇത്. രാജകുമാരിയും കാവൽക്കാരനും. അതുള്ള രാജകുമാരിയും കാവൽക്കാരനും. ബാക്കി പറ. ആ മധുമതി എന്ന രാജകുമാരി ഒരു കുതിരവണ്ടിക്കാരന്റെ മകൻ രാമുവിനെ പ്രേമിച്ചു. രാമുവും മധുമതിയും. അതുള്ള ആ ആണല്ലേ. ഈ കുതിരവണ്ടിക്കാരന്റെ മകൻ രാമു മധുമതി എന്ന യുവതിയുടെ കാവൽക്കാരനായിരുന്നു. ബോഡി ഗാർഡ് അല്ലേ? ബോഡിഗാർഡ്. പക്ഷേ ഈ ലവ് വൺ വേ ആയിരുന്നു. കാളവണ്ടിക്കാരന്റെ മകന് കാളവണ്ടി അല്ല, കുതിരവണ്ടി. സോറി, കുതിരവണ്ടി. എന്നിട്ട് രാമു പലവട്ടം ഈ പ്രേമത്തിൽ നിന്ന് ഒഴിയാൻ നോക്കി. മധുമതിയുടെ അച്ഛന്റെ വേലക്കാരനായിരുന്നു ഈ രാമു. മധുമതിയുടെ അച്ഛനാണെങ്കിലേ അവിടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ആ അമ്മയുടെ പേര് പത്മാവതി എന്നായിരുന്നു.